ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സബ് എഞ്ചിനീയർ എക്സാമിനേഷൻ KSEB-യിലേക്കുള്ള സബ് എഞ്ചിനീയർ എക്സാമിനേഷൻ്റെ വേക്കൻസി എത്രത്തോളം ഉണ്ടാകും എന്നൊരു സംശയമുണ്ട്. ആ സംശയത്തിനുള്ള ഒരു മറുപടിയുമായിട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന വേക്കൻസിയുടെ ഇരട്ടി നിയമനങ്ങൾ നടന്നൊരു തസ്തികയാണ്. അതുപോലെ തന്നെ ഇനി നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഇത്തരത്തിൽ തന്നെയാണോ നിയമന സാധ്യത എന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിനേഷൻ്റെ യോഗ്യത എന്താണെന്ന് നോക്കാം. ഇത് അവസാനം വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 553/2021 എന്ന നമ്പറിൽ നോട്ടിഫിക്കേഷൻ വരികയും അന്ന് ഇതിൻ്റെ യോഗ്യതയായിട്ട് വന്നത് ഏതെങ്കിലും 3 വർഷ ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് വന്നത്. അത് കൂടാതെ നിങ്ങൾക്ക് BTech അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അതുതന്നെയായിരിക്കും ഇപ്പോഴും യോഗ്യതയായിട്ട് വരുന്നത്. അടിസ്ഥാന യോഗ്യത ഡിപ്ലോമയായിരിക്കും. ഹയർ വെച്ച് BTechകാർക്കും BE-കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് ഉള്ളതാണ്. 41,600 തുടങ്ങി 82,400 അവസാനിക്കുന്ന ഒരു പേയ്മെൻറ്റ് സ്കെയിലാണ് വരുന്നത്. അപേക്ഷിക്കാനുള്ള പ്രായം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഇനിയും അവസാനമായിട്ട് നടന്ന എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അന്ന് അവസാനമായിട്ട് നടന്ന എക്സാമിനേഷനിൽ DOE നിലവിൽ വരുന്നത് 29/11/2023 അന്ന് നോട്ടിഫിക്കേഷൻ പ്രകാരം വേക്കൻസി പറഞ്ഞിരുന്നത് 131 വേക്കൻസിക്ക് വേണ്ടിയായിരുന്നു നോട്ടിഫിക്കേഷൻ വിളിച്ചിരുന്നത്. ഈ 131 വേക്കൻസിക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ അതിൽ നിന്ന് നിയമനം നടന്നിരിക്കുന്നത് നോക്കണം, 681 പേർക്കാണ് നിയമനം നടന്നിരിക്കുന്നത്. ഈ 681 പേർക്ക് നിയമനം നടക്കുമ്പോൾ തന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതായത് ഇനിയും ഏതാണ്ട് 6 മുതൽ 9 മാസം വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു നമ്പർ ഏതാണ്ട് 941 കാൻഡിഡേറ്റിൽ ഏതാണ്ട് 90% ആൾക്കാരെയും എന്ത് ചെയ്യും, അഡ്വൈസ് കൊടുത്ത് അക്കോമഡേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഈ പറയുന്ന സബ് എഞ്ചിനീയർ എന്നുള്ളത്. ഇനിയും ഇത് ആവർത്തിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായും ആവർത്തിക്കുമെന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം നമുക്കറിയാം, KSEB എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൻ്റെ റോള് എല്ലായിടത്തും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഊർജ്ജത്തിൻ്റെ ആവശ്യകത കൂടുന്നതനുസരിച്ച് തന്നെ KSEB-യുടെ പല ബ്രാഞ്ചുകളും വ്യത്യസ്തമായുള്ള സ്ഥലങ്ങൾ, അതായത് ബോർഡിൻ്റെ ഓഫീസുകൾ പല സ്ഥലങ്ങളിലും പല ഡിവിഷനുകളും ഒക്കെ ആയിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഊർജ്ജത്തിൻ്റെ ആവശ്യകത കൂടുന്നതനുസരിച്ച് ഈ സബ് എഞ്ചിനീയർ എന്ന് പറയുന്നൊരു ഹ്യൂമൻ റോൾ, അതായത് മനുഷ്യൻ നേരിട്ട് ഇൻവോൾവ് ചെയ്യേണ്ടുന്ന ഈ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഈ ഒരു പോസ്റ്റിന്റെ ഉത്തരവാദിത്തം കൂടി തന്നെ വരും. എന്നാൽ അതേ സമയത്ത് KSEB-യിലെ ചില ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ പോലുള്ള സംവിധാനങ്ങളിലൂടെ അവരുടെ റോള് കുറയുമ്പോഴും ഹ്യൂമൻ ക്യാപിറ്റൽ ആയിട്ടുള്ള ഹ്യൂമന്റെ നേരിട്ടുള്ള ഇന്റർഫിയറൻസ് വേണ്ടുന്ന ഇത്തരം മേഖലകളിലെ വേക്കൻസി ഒരിക്കലും കുറയാൻ പറ്റില്ല. അതായത് KSEB ഇനിയും എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട്, ഇനിയും ധാരാളമായിട്ട് വളരാനുള്ളത് കൊണ്ടും ഈ ഒരു പോസ്റ്റ് ഇനി വരുന്ന റാങ്ക് ലിസ്റ്റ് ഒരു പക്ഷേ ഈ ഒരു 681 അല്ലെങ്കിൽ 941 പേരൊക്കെ എടുത്ത അല്ലെങ്കിൽ ഒരു മെയിൻ ലിസ്റ്റ് വന്ന സ്ഥാനത്ത് ഇനി വരുന്ന റാങ്ക് ലിസ്റ്റ് ചിലപ്പോൾ 1000-ന് മുകളിലേക്ക് പോലും ഉയർന്നേക്കാം എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് ആണ്. 2 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, റിട്ടയർ ചെയ്ത് പോകുന്നവരുമുണ്ട്. മാത്രമല്ല KSEB അത്യാവശ്യം ഡിപ്പാർട്ട്മെന്റൽ എക്സാം വിളിക്കാറുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ എക്സാം വിളിക്കുമ്പോൾ AE പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടിപ്പോകും. അപ്പോഴും ഈ ഒരു പോസ്റ്റ് വേക്കൻ്റ് ആയിട്ട് പോകും. അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കയറിയ നല്ലൊരു ശതമാനം ആൾക്കാരും ഈ അവസാനം വിളിച്ച AE എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുകയും ആ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് AE ആയി പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴും എന്ത് പറ്റും, ഈ ഒരു BTech യോഗ്യതയുള്ളവരുടെ വേക്കൻസിയോടെ വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നിയമന സാധ്യത നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സബ് എഞ്ചിനീയറിന്റെ നിയമനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും ഈ വേക്കൻസികളുടെ എണ്ണം, അതായത് ഇത്തവണ അവസാനം വന്ന നോട്ടിഫിക്കേഷനിൽ വന്നതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ ഒരു രീതിയിലായിരിക്കും നമുക്ക് എന്ത് വരാൻ സാധ്യത, നമുക്ക് ഈ ഒരു നിയമനം നടക്കാൻ സാധ്യത. ഇനി അവസാനമായിട്ട് വന്നിട്ടുള്ളതിൽ അഡ്വൈസ് പോയ രീതികൾ നോക്കാം. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 603 ആളിനെ വരെ യാതൊരുവിധ റിസർവേഷനും ഇല്ലാതെ എടുത്തിട്ടുണ്ട്. ഈ 603 എന്ന് പറയുന്നതിൽ നമ്മൾ കാണേണ്ടുന്നത് ആദ്യത്തെ ഈ 131 എന്ന് പറയുന്ന നമ്പർ ഓഫ് വേക്കൻസികൾ എടുത്തേക്കുന്നതിൽ കൃത്യമായിട്ടുള്ള സംവരണ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചായിരിക്കും എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എല്ലാവരും ജനറൽ, OBC, SC, ST ഒക്കെ ഒരു പർട്ടിക്കുലർ മാർക്കിൽ കൂടുതലുണ്ടെങ്കിൽ അവരെ ജനറലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഏതാണ്ട് 603 പേരെ അവരെ OC-യിൽ നിന്ന്, അതായത് ജനറൽ കാറ്റഗറിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരിക്കും. ഈഴവയിൽ നിന്ന് 603 ആളിനെ എടുത്തിട്ടുണ്ട്. SC-യിൽ നിന്ന് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 15 ആളിനെ എടുത്തിട്ടുണ്ട്. ST-യിൽ നിന്ന് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 31 ആളിനെ എടുത്തിട്ടുണ്ട്. മുസ്ലിം 592 ആളിനെ എടുത്തിട്ടുണ്ട്. ലാറ്റിൻ കാത്തലിക് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 16 ആളിനെ വരെ എടുത്തിട്ടുണ്ട്.
ഇനി OBCയിലേക്ക് വരുമ്പോൾ 599 ആളിനെ എടുത്തിട്ടുണ്ട്. വിശ്വകർമ്മയിൽ 674 ആളിനെ എടുത്തിട്ടുണ്ട്. SUCI നാടാറിൽ 626 പേരെ എടുത്തിട്ടുണ്ട്. 626 ആളിനെ എടുത്തിട്ടുണ്ട്. ഇനി ഹിന്ദു നാടാറിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 3 ആളിനെ എടുത്തിട്ടുണ്ട്. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്ന് തന്നെ കൺവെർട്ടഡ് ക്രിസ്ത്യാനി ആയിട്ടുള്ളവരെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 5ാമതായിട്ട് എടുത്തിട്ടുണ്ട്. ധീവരയിൽ നിന്ന് 843 റാങ്ക് ഹോൾഡറിനെ എടുത്തിട്ടുണ്ട്. EWSൽ നിന്ന് 731 ആളിനെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ ഏതാണ്ട് പൊസിഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു. അതായത് ഓപ്പൺ കാറ്റഗറി, അതായത് ജനറൽ ലിസ്റ്റിൽ നിന്ന് 603 ആളിനെ വരെ എടുത്തു എന്ന് പറയുമ്പോൾ ഇനിയും നിയമനങ്ങൾ നടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉണ്ടാവും എന്ന് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ കരുതാൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ വെച്ച് തന്നെ മുമ്പോട്ട് പോകാം. ഇനി വരുന്ന സബ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷനിലും നല്ല രീതിയിൽ തന്നെ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ്. നിങ്ങൾ ഒരു ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പോസ്റ്റാണ്. KCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സാലറി ഉള്ള സേഫ് ആയിട്ടുള്ളൊരു സംവിധാനം തന്നെയാണ്. അതുപോലെ തന്നെ BTech BE ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എൻട്രി ലെവലിൽ കിട്ടാവുന്ന നല്ലൊരു പോസ്റ്റും ഒപ്പം തന്നെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലുള്ള എക്സാമിനേഷൻ വളരെ ഈസി ആയിട്ട്, അതായത് ഓപ്പൺ എക്സാമിലൂടെ അല്ലാതെ ഡിപ്പാർട്ട്മെന്റ് എക്സാമിലൂടെ എഴുതി KCBയിൽ എത്താനുള്ള ഒരു മാർക്കം കൂടിയാണ് എന്നുള്ളൊരു ധാരണയിൽ വേണം നിങ്ങളൊരു എക്സാമിനേഷനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ. ഇനിയുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. ഏണസ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. PSCയുടെ പുതിയ രീതി അനുസരിച്ച് PSC നോട്ടിഫിക്കേഷൻ വന്ന് ടെക്നിക്കൽ എക്സാമിനേഷൻ ഒക്കെ ഏതാണ്ട് 3 മുതൽ 6 മാസത്തിനുള്ളിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സിലബസ് പൂർണ്ണമായിട്ടും പഠിച്ചു തീർത്ത് ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്ത് റിവിഷനും ചെയ്ത് നന്നായിട്ട് പഠിച്ചെടുക്കാനുള്ള സമയം മതിയായി കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഏണസ് അക്കാഡമിയുടെ കോഴ്സുകൾ ഓൺലൈനാണ്. നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും പഠിക്കാവുന്നതാണ്. മാത്രമല്ല ഒരു പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്ത് മുമ്പോട്ട് നയിക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടിയെടുക്കാം. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കൂടുതൽ അറിയുന്നതിനുമായിട്ട് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.